ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്ന് നമുക്ക് പുതിയൊരു വ്ളോഗ് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളാണ് കേട്ടോ നടക്കുന്നത്. ഇന്ന് നമ്മൾ എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എഗ് ബോയിൽ ചെയ്യാണ്. ഞാൻ എപ്പോൾ ഈ ഒരു എഗ് ബോയിലർ കാണിക്കുമ്പോഴും ഇത് എവിടുന്നാണ് പർച്ചേസ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് എഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എഗ് ബോയിലറാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിച്ചത് തന്നെയാണ്. നമുക്ക് എപ്പോഴും കുട്ടികൾക്കൊക്കെ എഗ്ഗ് ബോയിൽ ചെയ്ത് കൊടുക്കുമ്പോഴും പിന്നെ എഗ് റോസ്റ്റ് അതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് സംഗതി അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ടൈം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. കറക്റ്റ് എമൗണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുക. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എഗ്ഗൊക്കെ ബോയിലായിട്ടുണ്ട്. ഓൾറെഡി എഗ് റോസ്റ്റ് സവാള സംഭവങ്ങൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കുട്ടികൾ, അതായത് ചെറിയ രണ്ടാൾക്കാർക്ക് ഏഷ്യയും കിയാനൊക്കെ എഗ് വൈറ്റ് മാത്രമേ കഴിക്കുകയുള്ളൂ. അതിനുള്ളിൽ മഞ്ഞ മൂപ്പർക്ക് തീരെ ഇഷ്ടമല്ല. രണ്ടുപേർക്കും അത് എഗ്ഗൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഇവരുടെയൊക്കെ ഞാൻ വേണം കഴിക്കാൻ. അപ്പോൾ ഇതാ എഗ് റോസ്റ്റിൻ്റെ മസാല ഓൾറെഡി റെഡി ആക്കിയതാണ്. അതിലേക്ക് എഗ്ഗൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പത്തിരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇനി ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് പ്രോഗ്രാമിന് പോവാണ്. ഞാൻ പിന്നെ സിസ്റ്റേഴ്സ് ഉപ്പ ഒക്കെ ഉണ്ട്. ചെമ്മാട് ഹൈലൈറ്റ് മോളിൻ്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഇതാ നമുക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ മോളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ ഇവിടെ ഇതാ ലഞ്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതാ ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഓരോ ഷോപ്സിലായിട്ട് ഇങ്ങനെ കയറിയതാണ്. പിന്നെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടിയൊക്കെ ഓപ്പൺ ആവാനുണ്ട്. അപ്പം കേഷ്യക്കും ക്യാൻക്കൊക്കെ ഇതാ ഓരോ സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിലും കൂടിയാണ്. ഇനോഗ്രേഷൻ ഫങ്ഷൻസൊക്കെ നടന്നത് ഈവനിങ് ആയിരുന്നു. ഇതിൽ ഓരോ ഷോപ്സിൻ്റെ ഇനോഗ്രേഷനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ചെമ്മാട് പാറക്കടവാണ് ഈ ഒരു ഹൈലൈറ്റ് മോൾ വരുന്നത്. ഇതാ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ ഒരു പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. റോട്ടറി പാർക്കിംഗ് ആണ്. നമ്മളെ ഈ ഭാഗത്തൊന്നും ഇങ്ങനൊരു പാർക്കിംഗ് കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഇതാ നമുക്കൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കാണാം. അത്യാവശ്യം വലിയൊരു മീൻ കിട്ടിയപ്പോൾ ഇതൊരു തിലോപ്പി പോലത്തെ ഒക്കെ മീനാണ് കേട്ടോ, കരിമീനല്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒന്ന് മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മസാല നോക്കിയാലോ. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ.
എന്നിട്ട് ഇതാ മീനിലേക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. മീൻ ഇങ്ങനെ വരട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും പിന്നെ തലേൻ്റെ ഭാഗത്തും ഫുള്ളായിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മസാല ഫുള്ളായിട്ട് തേച്ചതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ഒരു ദിവസം ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഫ്രൈ ചെയ്തത്. നമുക്ക് ടൈം ഉണ്ടാവില്ല, കൂടുതലും പെട്ടെന്ന് തേക്കലുണ്ടാവില്ല. എന്നാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മസാല തേച്ച് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. മസാലയൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. മീൻ പൊള്ളിക്കുമ്പോൾ പൊതുവേ നമ്മൾ വാഴൻ്റെ ഇലയല്ല എടുക്കാറുള്ളത്. ആക്ച്വലി എനിക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ അത് പൊള്ളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ കെൻസിനൊക്കെ വിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വാഴൻ്റെ ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടോ. ഇപ്പോൾ നമ്മളെ വീട്ടിലില്ല, മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല. അങ്ങനെ ആൾ കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ചൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കറക്റ്റ് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അതും കുറച്ച് കീറിപ്പോയി. അങ്ങനെയായിട്ട് 3-4 ഇല ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം അതും കീറി കറക്റ്റ് ആ ഒരു സൈസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ മടിയായി. അതാണ് മെയിനായിട്ട് ഞാൻ നേരെ മീനൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് നെക്സ്റ്റ് ഡേ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ച് ഫോയിൽ പേപ്പറിൽ ചെയ്തുകൂടെ എന്ന് ആലോചിച്ചിട്ട് ഫോയിൽ പേപ്പർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ടാണ് പൊള്ളിക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. ഫസ്റ്റ് ഇതാ മസാലേൻ്റെ പരിപാടികളൊക്കെ ചെയ്യാണ്. ഓക്കെ, ഒരു ഉരുളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഉരുളി. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം സവാള ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അത് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അധികം തന്നെ. പിന്നെ ഒരു സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഫിഷ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുത്താൽ മതി സവാളയൊക്കെ. ഇനി ഇതാ വേറൊരു സ്റ്റൗവിൽ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. ചെറിയുള്ളിയും സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ വഴറ്റാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നെക്സ്റ്റ് ഇതാ പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി ഇതാ പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റ് ആയതിനു ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. നമ്മളെ ഫിഷൊക്കെ ഇതാ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു പോകണ്ട കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതാ എല്ലാതും ഫോയിൽ പേപ്പറിലൊക്കെ വെച്ച് റെഡിയാക്കാം. വാഴയിലില്ലാത്തതുകൊണ്ട് ഫോയിൽ പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വാഴൻ്റെ ഇല ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഫിഷ് പൊള്ളിക്കാതിരിക്കണ്ട. ഫസ്റ്റ് നമുക്ക് മസാല വെച്ച് കൊടുക്കണം. ഇനി അതൊന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഫിഷ് വെച്ച് കൊടുക്കുക.
ഫിഷ് വെച്ചതിന് ശേഷം അതിന് മേലെ വീണ്ടും മസാല വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യുക. ഇനി ഇതാ ഫോയിൽ പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ ഓവനിലേക്ക് വെക്കുന്ന നമ്മളെ ട്രേ ഒക്കെ ഞാൻ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മേലേക്ക് ഇതാ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാതും റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചപ്പാത്തിയാണ് റെഡിയാക്കണത്. ഇത് 6 ഒറ്റൊരു ട്രെയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓവനിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് പൊള്ളിച്ചെടുത്തത്. അങ്ങനെ ഇതാ സംഭവം എല്ലാതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. ഇവിടെ നമ്മളെ വീട്ടിൽ ഫിഷിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കിയാൻക്കും കേശക്കും വരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേശക്ക് ഇതാ ഞാൻ മുള്ളില്ലാതെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട്, കേശക്കും കിയാൻക്കും ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. വാഴൻ്റെ ഇല ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇനി മീൻ പൊള്ളിക്കാതിരിക്കേണ്ട, ഫോയിൽ പേപ്പർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.